നമ്മുടെ പ്രിയപ്പെട്ട ഗായിക വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായികയായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ARM സിനിമയിലെ ആ അങ്ങുവാനക്കോണിൽ അത് ഇറങ്ങിയ സമയം മുതൽ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ചുണ്ടിൽ ആ ഗാനമുണ്ട്. ആ മനോഹര ഗാനത്തിനാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി സ്വന്തമാക്കിയത്. അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർക്കും മുമ്പിൽ ഈ അവാർഡ് സമർപ്പിക്കുന്നുവെന്നും വൈക്കം വിജയലക്ഷ്മി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് തൻ്റെ തനതായ ആലാപന ശൈലി കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് വൈക്കം വിജയലക്ഷ്മി. ഇതാ വൈക്കം വിജയലക്ഷ്മിയെ തേടി ദേശീയ പുരസ്കാരം എത്തിയിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുകയാണ് വൈക്കം വിജയലക്ഷ്മി. എന്താണ് ആദ്യം പറയാനുള്ളത്? ഹലോ, നമസ്കാരം. വളരെ സന്തോഷം, അത്ഭുതമാണ്, സർപ്രൈസ് ഗിഫ്റ്റാണ്. വൈക്കത്തെ സംബന്ധിച്ചൊരു ഇരട്ടി മധുരം കൂടിയാണ്. വൈക്കത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ്, മികച്ച നടനുള്ള പുരസ്കാരം. വൈക്കത്തിൻ്റെ പ്രിയപ്പെട്ട വാനമ്പാടിക്ക് ദേശീയ ഗായികയ്ക്കുള്ള പുരസ്കാരം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് സന്തോഷമാണ് കേട്ടോ, ഒരുമിച്ച്. പക്ഷേ എനിക്കും ആ ഒരു 8 മധുരമുണ്ട്. കാരണം ഞാനൊരു വൈക്കംകാരനാണ്. ആ വൈക്കംകാരനായതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡ് നിമിഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. മാതൃഭൂമി ചാനലിൽ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തിരുന്നോ ഇങ്ങനെ ഒരു ദേശീയ പുരസ്കാര നിറങ്ങളിലേക്ക് എത്തുമെന്ന്? എല്ലാവരും കേട്ടവരെല്ലാവരും പറഞ്ഞു കേട്ടോ. ആത്മീയ ഗുരുക്കന്മാർ, എൻ്റെ മാമൻ ഉൾപ്പെടെ, നമ്മുടെ വേണുമാമനുണ്ട്, എല്ലാവരും പറഞ്ഞു കേട്ടോ, എൻ്റെ അമ്മായിയുടെ ഭർത്താവ് ഉൾപ്പെടെ. പിന്നെ നമ്മുടെ ആത്മീയ ഗുരുവായ രഘുനാഥ മേനോൻ സാർ, മധുദേവാൻ തിരുമേനി, സായി പ്രഗീത തിരുമേനിയുണ്ട്, വിമല ടീച്ചർ, പിന്നെ മിനി ചേച്ചിയുണ്ട് ചോറ്റാനിക്കരയിലെ, പിന്നെ അമ്പിയ ചേച്ചി, രാജലക്ഷ്മി ചേച്ചി, അങ്ങനെ ആരെയും, ദൈവത്ര സന്തോഷ് സാർ, ആരെയും മറക്കാൻ പറ്റില്ല, നമ്മുടെ ചിറ്റപ്പൻ, കേട്ടവരെല്ലാവരും. അച്ഛനും അമ്മയും ആദ്യം പറഞ്ഞു. അച്ഛൻ കൂടി നമ്മുടെ പഞ്ചന. അച്ഛൻ ഈ ഒരു വാർത്ത ആദ്യം അറിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. മോളുടെ കഴിവിന് അത് കിട്ടും എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്കിത് കേട്ടപ്പോൾ എന്താ പറയണമെന്ന് അറിയാമല്ല, മേലെല്ലാം കുളിന്നേറി, അയ്യോ എന്താ പറയണത്, പെട്ടെന്ന് ഷോക്ക്. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന അറിയാമെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന സർപ്രൈസായിട്ട് തോന്നി. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് കിട്ടും, നാഷണൽ അവാർഡ് കിട്ടും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ,